വെൽക്കം ടു എഡ്യൂവാലറ്റ് +1 ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനി വരാൻ ചാൻസ് ഉള്ള മോഡൽ എക്സാമിൽ ചോദിക്കാത്ത കുറേ ഷുവർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാൻ. ഡെറിവേഷൻസ് ഉണ്ട്, തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറേ ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഇനി താഴെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണണം. ഡെറിവേഷൻസ്, ഏറ്റവും ഷുവർ ആയിട്ടുള്ള ഡെറിവേഷൻസ് ഒന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ താഴെ ഒരു വാട്സപ്പ് ചാനലുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യുക. എഡ്യൂവാലറ്റിൻ്റെ ഫിസിക്സിന് വേണ്ടിയുള്ളൊരു വാട്സപ്പ് ചാനലാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. ഫ്രീ ചാനലാണ്. അതിൽ നിങ്ങൾക്ക് ഷുവർ ക്വസ്റ്റ്യൻസും നോട്ട്സൊക്കെ നമ്മളതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന വീഡിയോസും കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ. പിന്നെ മാത്രമല്ല, നമ്മളൊരു ദിവസം കുറേ വീഡിയോസൊക്കെ ഫിസിക്സിന് വേണ്ടി ഇടും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒപ്പം അറിയണമെന്നുണ്ടെങ്കിലും താഴെയുള്ള ആ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക കേട്ടോ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി? നമുക്ക് കുറേ ക്വാണ്ടിറ്റീസ് തന്നിട്ട് അതിൽ ഏതാ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക. ലെങ്ത്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, അതുപോലെ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് മാറ്റർ, ലുമിനസ് ഇൻറ്റൻസിറ്റി. ഇതെല്ലാം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ബേസിക് ഫണ്ടമെൻ്റൽ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ലെങ്ത്ത്, മാസ്, ടൈം, കറണ്ട്, ഇലക്ട്രിക് കറണ്ട്, ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് മാറ്റർ ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ചിലപ്പോൾ പലതും മിക്സ് ചെയ്ത് തന്നിട്ട് അതിലേതാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ് ചോദിക്കാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ച് അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ എന്താ കിട്ടുക? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കിട്ടുക കേട്ടോ. സോ അതിൻ്റെ ആൻസർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അറിഞ്ഞു വയ്ക്കുക. അടുത്തത്, ഒപ്റ്റിമം സ്പീഡ് ഓഫ് എ കാർ ഓൺ ബാങ്ക്ഡ് റോഡ് ടു അവോയ്ഡ് വെയർ ആൻഡ് ടിയർ ഓൺ ഇറ്റ്സ് ടയർ ഈസ് ഗിവൺ ബൈ. ബാങ്ക്ഡ് റോഡാണ് ചോദ്യം, അതിൻ്റെ സ്പീഡാണ് ചോദ്യം, അതായത് വി ആണ് ചോദ്യം. അവിടെ എന്തില്ല? വെയറും ടയറും ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ √RG tan θ കേട്ടോ. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ബാങ്ക്ഡ് റോഡ് അവോയ്ഡ് വെയർ ആൻഡ് ടയർ അല്ലെങ്കിൽ അവോയ്ഡ് ഫ്രിക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് വരും? മാക്സിമം സ്പീഡ് അല്ലെങ്കിൽ ഒപ്റ്റിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ √RG tan θ. അടുത്ത ക്വസ്റ്റ്യൻ, റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസിൻ്റെ റെസിപ്രോക്കലാണ് എന്ത്? കംപ്രസിബിലിറ്റി. പഠിച്ചു വെച്ചോളൂ. സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് കംപ്രസിബിലിറ്റി കേട്ടോ. ആൻസർ. അടുത്തത്, എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ്. ഒരു ലിക്വിഡ് ഡ്രോപ്പിൻ്റെ ഉള്ളിൽ എക്സസ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2S/R. പഠിച്ചു വയ്ക്കുക. എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ് എന്താണ്? 2S/R. PI - PO = 2S/R ആണ് കേട്ടോ വരിക. ഇത് ഇനി വല്ല ബബിളാണ്, ലിക്വിഡ് ബബിൾ എന്ന് പറഞ്ഞാൽ 4S/R ആണ് വരിക, മറക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഡസ് വാട്ടർ ഹാവ് മാക്സിമം ഡെൻസിറ്റി ആൻഡ് മിനിമം വോളിയം? ഏറ്റവും വോളിയം കുറഞ്ഞ് ഡെൻസിറ്റി കൂടുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എന്താണ്? എത്ര ടെമ്പറേച്ചർ ഉണ്ടാവുക? ഇറ്റ് ഈസ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ് ആൻസർ വരിക കേട്ടോ. 4 ഡിഗ്രി സെൽഷ്യസ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. തെർമോഡൈനാമിക് വേരിയബിൾ ഹൂസ് വാല്യൂസ് ഈക്വൽ ഫോർ 2 സിസ്റ്റം ഇൻ തെർമൽ ഈക്വിലിബ്രിയം. ഏത് തെർമോഡൈനാമിക് വേരിയബിൾ ആണ് അതിൻ്റെ വാല്യൂ ഈക്വൽ ആയിട്ട് വരും? 2 സിസ്റ്റംസ് എടുത്തു കഴിഞ്ഞാൽ, തെർമൽ ഈക്വിലിബ്രിയത്തിലെ 2 സിസ്റ്റം എടുത്താൽ ഏതിലാണ്, ഏത് തെർമോഡൈനാമിക് വേരിയബിൾ ആണ് ഈക്വൽ ആയിട്ടുള്ളത്? ടെമ്പറേച്ചർ ആണ് ഈക്വൽ ആയിട്ടുള്ളത്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക് വേരിയബിൾ ആണ് ഈക്വൽ ആയിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 1 ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം. നമുക്കിതിലൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് എഴുതിയിട്ടില്ല, കറക്റ്റാണ് ആൻസർ എഴുതിയേക്കാണ്. 1 ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻⁻10 മീറ്റർ ആണ് കേട്ടോ. അടുത്തത്, ഡാഷ് ഈസ് ദ മെഷർ ഓഫ് ഇനേർഷ്യ. ഇനേർഷ്യയുടെ മെഷർ എന്താണ്? മാസ് ആണ് മെഷർ ഓഫ് ഇനേർഷ്യ. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ അത് മാസിന് ഈക്വൽ ആണ്. എസ്കേപ്പ് സ്പീഡ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത്. എർത്തിൽ നിന്നുള്ള എസ്കേപ്പ് സ്പീഡ്, നമ്മൾ എർത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകണമെങ്കിൽ എത്ര സ്പീഡ് നമുക്ക് വേണ്ടത്? ആ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് 11.2 ആണ് വേണ്ടത് കേട്ടോ. 11.2 മറക്കണ്ട, 11.2 ആണ് വേണ്ടത്. സപ്പോസ് നമുക്ക് ചോദിക്കുകയാണ് മൂണിൽ നിന്നുള്ള എസ്കേപ്പ് സ്പീഡ്. ഇതിപ്പോൾ എർത്താണെങ്കിൽ 11.2. മൂൺ ചോദിക്കുകയാണെങ്കിൽ അത് 2.37 km/s ആണ് അതിന് വേണ്ടത് കേട്ടോ. km/s 2.37 മറക്കണ്ട, മൂണ് ചോദിച്ചാൽ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് കൺസേർവ്ഡ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് കൊളീഷൻ? എല്ലാ കൊളീഷനിലും
ഏത് ക്വാണ്ടിറ്റിയാണ് കൺസേർവ്ഡ് ആയിട്ടുള്ളത്? വിച്ച് ഈസ് ലീനിയർ മൊമെൻറ്റം. ലീനിയർ മൊമെൻറ്റമാണ് കൺസേർവ്ഡ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഡിയസ് ഓഫ് കാപ്പിലറി ട്യൂബ് ഈസ് ഡബിൾ. ഒരു കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് ഡബിൾ ആക്കി. ഇങ്ങനെയുള്ളൊരു ട്യൂബ് ഇങ്ങനെ ആക്കി. അങ്ങനെ ആക്കി അതിൻ്റെ ഹൈറ്റിന് എന്താ സംഭവിക്കുക? ഇതിൻ്റെ ഹൈറ്റ് കൂടുതലും ഇവിടെ ഹൈറ്റ് കുറയും. ഇതിൻ്റെ ഹൈറ്റ് നേർപകുതിയായിട്ട് മാറും. ഹൈറ്റ് ഓഫ് കാപ്പിലറി റൈസ് വിൽ ബി h/2. ഇതിൻ്റെ ഹൈറ്റാണ് വെള്ളം ഉയർന്നതെന്നുണ്ടെങ്കിൽ റേഡിയസ് ഡബിൾ ആക്കിയാൽ ആ ഹൈറ്റ് നേർപകുതിയാവും, h/2 ആവും. അടുത്ത ക്വസ്റ്റ്യൻ, വിൽ 2 vectors be parallel or perpendicular if the cross product between them is 0? ക്രോസ് പ്രൊഡക്റ്റ്, 2 വെക്ടർ A ക്രോസ് B, അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ 0 കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ 2 വെക്ടേഴ്സ് പാരലൽ ആണ്, പെർപെൻഡിക്കുലർ അല്ല. എന്താ ആൻസർ വരിക? ഇറ്റ് ഈസ് പാരലൽ. ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ 0 വന്നാൽ പാരലൽ ആണ് കേട്ടോ, മറക്കണ്ട. ഇനി നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻ കൂടിയുള്ള 1 മാർക്ക്, അത് കഴിഞ്ഞാൽ 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുന്നത്. The restoring force developed in a spring extended by length x, F is equal to minus kx. അതായത് ഒരു സ്പ്രിങ് ഉണ്ട്, ആ സ്പ്രിങ്ങിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത്, ഇതാണ് ഇപ്പോൾ സ്പ്രിങ് എന്ന് വിചാരിക്കുക. ആ സ്പ്രിങ്ങിൽ ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് പിടിച്ച് വലിക്കുന്നു. ആ ഫോഴ്സ് അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷനാണ്, ഓപ്പോസിറ്റാണ്. നമ്മൾ ഇങ്ങനെ പിടിച്ച് വലിച്ച് വിട്ടാൽ നേരെ ഇപ്പുറത്തേക്ക് പോകും. സോ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും അതിന് ഡിസ്പ്ലേസ്മെൻറ്റും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്, അതുപോലെ തന്നെ ഓപ്പോസിറ്റുമാണ്. സോ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു -x, എഫ് ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് വരും k - kx. ചോദ്യം ഇതാണ്, ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇത് ഹൂക്സ് ലോ ആണ് കേട്ടോ. സ്പ്രിങ്ങിൻ്റെ കേസിലൊക്കെ ഇത് ഹൂക്സ് ലോ ആണ് ഈ എക്സ്പ്രഷൻ വരുന്നത്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പ്രൊപ്പോർഷനാണ് എന്ന് പറയുന്നത് ഹൂക്സ് ലോയിലാണ്. അപ്പോൾ ഈ എക്സ്പ്രഷൻ തന്നിട്ട് ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കെയുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാൻ. അപ്പോൾ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുക? എഫ് ഈസ് ഈക്വൽ ടു -kx ആണ്. കെയുടെ ഡയമെൻഷണൽ ഫോർമുല കാണണം. അപ്പോൾ കെനെ അവിടെ നിർത്തുക. നെഗറ്റീവിനൊന്നും വാല്യൂ ഇല്ല. എഫിൻ്റെ താഴത്തേക്ക് എക്സ് പോവും. ഇവിടെ എക്സ് ഇൻറ്റു ആണ്. ഈ എക്സ് ഇൻറ്റു ആയിട്ടുള്ള എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ താഴത്തേക്ക് വരും, ഡിവൈഡഡ് ബൈ എക്സ് എന്നാവും. സോ കെയുടെ ഡയമെൻഷണൽ ഫോർമുല കാണണമെങ്കിൽ ഇതിലിട്ട് കൊടുത്താൽ മതി. നമുക്ക് കെയുടെ ഇക്വേഷൻ അല്ല, കെയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. സോ ദ ഡയമെൻഷൻ ഓഫ് കെ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എഴുതുക. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആക്സിലറേഷൻ്റെ എന്താ? L(t)⁻². ഇനി എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അതിൻ്റെ ഡയമെൻഷൻ L ആണ്. എല്ലും എല്ലും വെട്ടിക്കളഞ്ഞാൽ കെയുടെ ഡയമെൻഷൻ എന്താ? m(t)⁻². അപ്പോൾ ഓർത്ത് വയ്ക്കുക, കെ എന്ന് പറഞ്ഞാൽ F/x ആണ്. കെയുടെ ഡയമെൻഷൻ ചോദിച്ചാൽ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എഴുതുക. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. m ഇൻറ്റു ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ പഠിച്ചു വയ്ക്കുക, L(t)⁻². അതെഴുതി താഴെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ L കൊടുത്തു വെട്ടിക്കളഞ്ഞു, കിട്ടി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ കേസ് ഓഫ് സ്റ്റേഷനറി വേവ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ അറ്റ് എ പൊസിഷൻ ഓഫ് നോഡ്. ശ്രദ്ധിക്കുക, ഇവിടുത്തെ ചോദ്യം എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു സ്റ്റേഷനറി വേവ് ഉണ്ട്. ഒരു സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ സ്റ്റക്കായി നിൽക്കുന്ന വേവ്, മൂവ് ചെയ്യുന്നില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ അറ്റ് എ പൊസിഷൻ ഓഫ് നോഡ്. നോഡും ഉണ്ട്, ആൻറ്റി നോഡ് ഉണ്ട്. ഇപ്പോൾ ഇതൊരു വേവാണെന്ന് വിചാരിക്കും, ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വേവാണ്. ഇതിൻ്റെ നോഡ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം, ഈ എഡ്ജ്, ഈ അറ്റം, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? 0. നോഡാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? 0 ആണ് വരിക കേട്ടോ. അപ്പോൾ കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞു. നമുക്ക് നേരെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇതാണ് ചോദ്യം. സ്റ്റേറ്റ് വർക്ക് എനർജി തിയറം ഫോർ കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. വർക്ക് എനർജി തിയറം എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്താൽ മാത്രം മതി. 2 മാർക്കാണ്. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ 3 മാർക്കിന് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2 ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് വർക്ക് എനർജി തിയറം? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ΔKE. കൈനറ്റിക് എനർജിയിൽ വന്ന മാറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഓൺ ഇറ്റ്. അവിടെ ചെയ്ത വർക്കിന് ഈക്വൽ ആണ്. ഇതാണ് വർക്ക് എനർജി തിയറം. അതായത് വർക്ക് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. വർക്ക് ഈക്വൽ ടു എനർജി. സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ കൈനറ്റിക് എനർജി. ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഫൈനൽ കൈനറ്റിക് എനർജിയിൽ നിന്ന് ഇനീഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഇതിൽ കിട്ടുന്നതാണ് എന്ത്? വർക്ക് ഡൺ. ഓക്കെ, സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ആണ്. അപ്പോൾ നമുക്കിത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൻ്റെ പ്രൂഫ് ചോദിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്നാണ് മിക്കതിലും ചോദിക്കാറുള്ളത്.
അപ്പോൾ നമുക്കതിൻ്റെ പ്രൂഫ് ഇതിലേക്ക് നമുക്ക് എത്തണം. അതായത് ഫൈനൽ കൈനറ്റിക് എനർജി KEF എന്ന് പറയും, ഇനീഷ്യൽ കൈനറ്റിക് എനർജി KEI എന്ന് പറയും, ഈക്വൽ ടു വർക്ക് ഡൺ. ഇത് നമുക്ക് കിട്ടണം. അതായത് ചില ആൾക്കാർ KF മൈനസ് KI ഈക്വൽ ടു W ഇങ്ങനെ എഴുതാം. സംഭവം ഇത്രയേ ഉള്ളൂ. ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ ചെയ്യുമ്പോൾ വർക്ക് കിട്ടണം. ഇതിലേക്ക് നമുക്ക് എത്താം. സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തു. ഇനി അതിൻ്റെ പ്രൂഫിലേക്ക് കിടക്കാം. പ്രൂഫിലേക്ക് കിടക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഇക്വേഷൻ ഓഫ് മോഷൻ, തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എടുക്കുകയാണ്. ഫിസിക്സിൽ പഠിക്കാനുള്ള ഒരു ഇക്വേഷനാണിത്. V² ഈക്വൽ ടു U² പ്ലസ് 2AS എന്നുള്ള ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് ഡെറൈവ് ചെയ്യാനൊക്കെ ചോദിക്കും കേട്ടോ. ഇക്വേഷൻ ഓഫ് 3 മോഷനുണ്ട്. ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ, സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്നിട്ട് 3 എണ്ണം ഉണ്ട്. V ഈക്വൽ ടു U പ്ലസ് AT, S ഈക്വൽ ടു UT പ്ലസ് ½ AT², മൂന്നാമത്തെ V² ഈക്വൽ ടു U² പ്ലസ് 2AS. ഇത് 3 ഡെറിവേഷൻ പഠിച്ചോളൂ. താഴെയുള്ള വാട്സപ്പ് ചാനൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇത് കൊടുത്തിട്ടുണ്ട് ഒരു ലിങ്ക്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡെറിവേഷൻ ഞാൻ അതിലിടുന്നുണ്ട്, ആ ഒരു വാട്സപ്പ് ചാനലിൽ ഇടുന്നുണ്ട്, പഠിക്കണം. അപ്പോൾ ഇവിടെ വർക്ക് എനർജി തിയറം നമുക്ക് സ്റ്റേറ്റ് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. എന്നിട്ട് ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്താവും? V² മൈനസ് U² ഈക്വൽ ടു 2AS എന്നാവും. U² ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? മൈനസ് U². രണ്ട് സൈഡിലും നമ്മളൊരു m/2 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഒരു m/2 കൊടുത്തേ, m/2 V² മൈനസ് m/2 U². ഇവിടെയും m/2 2AS. എല്ലാ ഭാഗത്തും എന്തോ വന്നു? ഒരു m/2 മൾട്ടിപ്ലൈ ചെയ്തു. ഇതിൽ 2 ഒന്ന് നീക്കി എഴുതിക്കോ, 1/2 ആക്കി എഴുതിക്കോ. അപ്പോൾ ബാക്കി ആരാ? 2നെ നീക്കി എഴുതിയാൽ mV². ഇവിടെയും 2 നീക്കി എഴുതിയാൽ mu². ഇവിടെ നമുക്ക് 2 ക്യാൻസൽ ചെയ്താൽ MAS. ഓക്കെ, ഇനി ½ mv² എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ കൈനറ്റിക് എനർജിയാണ് കേട്ടോ. ½ mu²ഓ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ്, ഇനീഷ്യൽ. ഇനി മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്താ? നേരത്തെ ഞാൻ പറഞ്ഞു, മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്താ? ഫോഴ്സ് ആണ്. F ഈക്വൽ ടു MA, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ലാസ്റ്റ് നമുക്ക് കിട്ടി ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി, ഇനീഷ്യൽ I. ഫൈനൽ കൈനറ്റിക് മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? F ഇൻറ്റു S, വർക്ക് ഡൺ. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. വാട്ട് ഈസ് എൻ ഐഡിയൽ ഗ്യാസ്? റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻ ഫോർ പ്രഷർ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ്. എന്താണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ? നല്ലൊരു ഗ്യാസാണ്. ദി ഗ്യാസ് ദാറ്റ് ഒബേ ഓൾ ദി ഗ്യാസ് ലോസ്. എല്ലാ ഗ്യാസ് നിയമങ്ങളും അനുസരിക്കുന്ന നല്ലൊരു ഗ്യാസാണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദി ഗ്യാസ് ദാറ്റ് ഒബേസ് ഓൾ ഗ്യാസ് ലോസ് അറ്റ് ഓൾ കണ്ടീഷൻ ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഏതൊക്കെ പ്രഷറും ടെമ്പറേച്ചറും വന്നാലും എല്ലാ ഗ്യാസ് ലോസും ഒബേ ചെയ്യുന്നതാണ് ഐഡിയൽ ഗ്യാസ്. അടുത്ത ഇക്വേഷൻ എന്താ? ഇക്വേഷൻ ഫ്രോം പ്രഷർ. ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ എല്ലാ ഗ്യാസ് ലോകളും അനുസരിക്കുന്ന ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്? പ്രഷറിൻ്റെ ഇക്വേഷൻ ഇതാണ്, 1/3 nmv². ഓക്കെ, ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ അതിൻ്റെ പ്രഷർ ഇതാണ്. ഇതിലെ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയാണ്. M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് മോളിക്യൂൾ, V ആവറേജ് വെലോസിറ്റി ആണ് കേട്ടോ. മറക്കണ്ട, പഠിച്ചു വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിങ്. ഒരു സ്പ്രിങ്ങിൻ്റെ കേസാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു സ്പ്രിങ്ങിലെ പീരീഡ് ഓഫ് ഓസിലേഷൻ എന്താണ്? അതാണ് ചോദ്യം. അപ്പോൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു, സ്പ്രിങ് ഒക്കെ വരികയാണെങ്കിൽ അവിടെ ഹൂക്സ് ലോ ഉണ്ട്. സ്പ്രിങ്ങിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു കൊടുക്കുമ്പോൾ ഫോഴ്സ് ഈക്വൽ ടു -kx എന്ന് വരും. ഇത് ഏത് ലോ ആണ്? അക്കോർഡിംഗ് ടു ഹൂക്സ് ലോ കേട്ടോ. ഇങ്ങനെ എഴുതി. നമ്മൾ നേരത്തെ പറഞ്ഞു F ഈക്വൽ ടു ആരാ? MA ഈക്വൽ ടു -kx നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യാം? A എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, d²x/dt² എന്ന് പറയും. എന്താണ്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. വെലോസിറ്റി എന്താ? dx/dt ആണ്. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ബൈ ടൈം ആണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ dx/dt ആണ് വെലോസിറ്റി.
ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ dv/dt ആണ്. അപ്പോൾ നമുക്ക് എഴുതാം d/dt ഓഫ് വിയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കാം dx/dt. അപ്പോൾ നമുക്ക് വരും 2d d²x, ഇതെന്താവും d²x/2dt അങ്ങനെയാണിത് വന്നത്. ഇത് എഴുതണമെന്നൊന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിട്ട് കൊടുക്കും dv/dt അല്ല ഇട്ട് കൊടുക്കുക. അവിടെ വെലോസിറ്റിക്കൊക്കെ ഇതിട്ട് കൊടുത്ത് d²x/dt² ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ d²x/dt² ആണ് ഈക്വൽ ടു -kx. ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ m ഇൻറ്റു d²x/dt² പ്ലസ് kx now -kx ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് kx ഈക്വൽ ടു 0. നമുക്കിനി തുടക്കത്തിലുള്ള ഈ m ഇവിടെ വേണ്ട, m നമുക്ക് മൊത്തത്തിൽ കളയണം. അപ്പോൾ m കളയാൻ വേണ്ടി എല്ലായിടത്തും m വെച്ച് അങ്ങോട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ m വെട്ടിപ്പോയിട്ട് d²x/dt² എന്ന് മാത്രമായിട്ട് മാറി. ഇങ്ങനെ വേണം നമുക്ക് കിട്ടാൻ. നമുക്ക് ഈ m വേണ്ട, m കളയാൻ എല്ലായിടത്തും താഴെ m വെച്ച് ഡിവൈഡ് ചെയ്തു. ഇവിടെ k/m x ഈക്വൽ ടു 0 ഇതേപോലെ വന്നു. ഇതേപോലെ വന്നാൽ d²x/dt² പ്ലസ് k/mx ഈക്വൽ ടു 0 എന്ന് വന്നാൽ ഇത് ഏത് ഫോർമാറ്റിലാണ്? ഇത് d²x/dt² പ്ലസ് ω²x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ്. ഇത് ഫിസിക്സിലൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ് ഇത് കേട്ടോ. d², ആദ്യത്തെ സ്ക്വയർ പിന്നെ ഒരു എക്സ് കണ്ടോ. ഇങ്ങനെ വരികയാണെങ്കിൽ ഈ ω² സ്ഥാനത്താണ് ആര് കിടക്കണം ഇവിടെ k/m. നോക്കി നിങ്ങൾ d²x x 0 0. സോ ω² സ്ഥാനത്ത് ഇവിടെ ആരാണ് കിടക്കുന്നത് k/m. അപ്പോൾ ω നമുക്ക് എങ്ങനെ കാണാം? ω ഈ സ്ക്വയർ കളയാൻ ഇപ്പുറത്ത് എന്തെടുക്കുക √k/m. ഈ ω എന്ന് പറഞ്ഞാൽ അത് 2π അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതൊക്കെ ω എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അത് 2π/t ആണ്. ω 2π/t ആണ് ഈക്വൽ ടു √k/m. നമുക്ക് കിട്ടുന്നത് t ആണ്. പീരീഡ് ഓഫ് ഓസിലേഷൻ ആണ് ചോദ്യം. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സ്പ്രിംഗ് എന്നാണ്. t ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് t/2π ഈക്വൽ ടു √m/k എന്ന് കൊടുക്കാം. എല്ലായിടത്തും തിരിച്ചിടുക. 2π/t t/2π എന്നായി. ഇനി നമുക്ക് t കണ്ടുപിടിക്കാം. t ഈക്വൽ ടു ഈ 2π അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. 2π ഇൻറ്റു √m/k. ഇതാണ് എന്ത്? പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സ്പ്രിംഗ്. ഒരു സ്പ്രിങ്ങിൻ്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ. മനസ്സിലായാലും എന്തൊക്കെ ചെയ്തത്? ആദ്യം ഹൂക്സിലോ k കൊടുത്തു, എക്ക് പകരം ഇത് കൊടുത്തു, ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരിക, m വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ കിടക്കണ k/m ω² ആണ്. ω² എന്ന് പറഞ്ഞാൽ ω കാണാം, റൂട്ട് കൊടുത്തു, ω 2π/t ആണ്. തിരിച്ചിട്ട് 2π അങ്ങോട്ട് കൊണ്ടുപോയാൽ ടൈം പീരീഡ് കിട്ടി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിൻ്റെ ഡെറിവേഷനാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓഫ് ലിക്വിഡ് വിത്ത് സോളിഡ് സർഫസ്? ഒരു സോളിഡ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ ആ സോളിഡ് സർഫസിൻ്റെ ചോദ്യം നന്നായി ശ്രദ്ധിക്കുക. ആ സോളിഡ് സർഫസിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഷോർട്ടാക്കി തന്നതാണ്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ അതൊരു ആംഗിളാണ്. ഇറ്റ് ഈസ് എൻ ആംഗിൾ എവിടെ? ബിറ്റ്വീൻ സോളിഡ് സർഫസ്, ഒരു സോളിഡ് സർഫസിൻ്റെയും അതിൻ്റെ ടാൻജൻറ്റും, തൊടുവര വരയ്ക്കുക, ടാൻജൻറ്റും ആ സർഫസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്. സോ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ, എവിടുത്തെ ആംഗിളാണ്? ബിറ്റ്വീൻ സോളിഡ് സർഫസ് ആൻഡ് ടാൻജൻറ്റ്, ടാൻജൻറ്റും സോളിഡ് സർഫസിനും ഇടയിൽ. ഇറ്റ് ഈസ് ഡ്രോൺ ടു ലിക്വിഡ് സർഫസ്. ആ ലിക്വിഡ് സർഫസിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ആ ടാൻജൻറ്റ് വരയ്ക്കുക കേട്ടോ, വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് അറ്റ് ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട്. ആ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുക ഇൻസൈഡ് ദ ലിക്വിഡ്. അപ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം, ഡിഫറെൻറ്റ് ഷേപ്പ് ഓഫ് വാട്ടർ ഡ്രോപ്സ് ഓൺ ലോട്ടസ് ലീഫ്. താമരയുടെ ഒക്കെ ഇല, അതുപോലെ തന്നെ ഗ്ലാസ്, രണ്ടിലും നമ്മൾ വെള്ളത്തുള്ളികൾ ഒഴിച്ചു. അത് റീഡ്രോ ചെയ്ത് മാർക്ക് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഇവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരയ്ക്കാൻ. ഇപ്പോൾ ഇതൊരു വെള്ളത്തിൻ്റെ തുള്ളിയാണ്. ഇത് നമ്മൾ ചേമ്പിൻ്റെ ഇലയോ ലോട്ടസ് ലീഫിലൊക്കെ ഇട്ടാൽ ഇങ്ങനെ ഉരുണ്ട് വരും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ആംഗിൾ ബിറ്റ്വീൻ സോളിഡ് സർഫസ്, ഇതാണ് സോളിഡ് സർഫസ്, ആൻഡ് ടാൻജൻറ്റ് ഡ്രോൺ അറ്റ് ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട്. ഇതാണ് പോയിൻ്റ് ഓഫ് കോണ്ടാക്ട്. ഈ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് ടാൻജൻറ്റ് വരയ്ക്കുക. കണ്ടോ? ഇതാണ്. അപ്പോൾ സോളിഡ് സർഫസും
പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് എന്നുള്ള ടാൻജൻറ്റും അതിൻ്റെ ഇടയത്തെ ആംഗിളാണ് എന്ത്, ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്. ഇവിടെ എങ്ങനെ വരയ്ക്കാം, ഇവിടെ നമ്മൾ വരയ്ക്കുക പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് ഇത് അവിടെ നിന്നുള്ള ടാൻജൻറ്റ് സോളിഡ് സർഫസും ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ ഇതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്. സോ ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ സോളിഡ് സർഫസ് ആൻഡ് ദ ടാൻജൻറ്റ് ഡ്രോൺ ചെയ്യുന്നത് എവിടെയാണ്, അറ്റ് ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട്, രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ഭാഗത്ത്. അപ്പോൾ ഇത് വരച്ച് വയ്ക്കുക കേട്ടോ. ഇങ്ങനെയാണത് റീഡ്രോ ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ആൻസർ വരച്ച് വയ്ക്കുക. 3 മാർക്കിൻ്റെ ചോദ്യമാണത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, വാട്ട് ഈസ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. എന്തിനാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ ബ്രേക്ക് ആർ അപ്ലൈ ടു എ മൂവിങ് വെഹിക്കിൾ, മൂവ് ചെയ്യുന്ന വെഹിക്കിളിന് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടാൽ ദ ഡിസ്റ്റൻസ് ഇറ്റ് ട്രാവൽ ബിഫോർ സ്റ്റോപ്പിംഗ് ഇസ് കോൾഡ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അതായത് അത് നിർത്തുന്നതിന് മുമ്പുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഇപ്പോൾ ഒരു വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് അത് നിർത്തുന്നതിന് മുമ്പുള്ള അതിൻ്റെ ഡിസ്റ്റൻസ് ആണ്. നിർത്തുന്നതിന് മുമ്പ് എത്രത്തോളം ഡിസ്റ്റൻസ് കവർ ചെയ്തു, ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ തന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്തിനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണേ, ഇറ്റ് ഹെൽപ്പ് ടു ഡിറ്റർമിൻ സേഫ് ഡിസ്റ്റൻസ്. നമ്മളൊരു വണ്ടിയായിട്ട് എത്രത്തോളം സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, ഇറ്റ് ഹെൽപ്പ് ടു ഡിറ്റർമിൻ എന്ന് എഴുതാം കേട്ടോ. അതായത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഇടുന്നതിന് മുമ്പ് എത്രത്തോളം ഡിസ്റ്റൻസ് കവർ ചെയ്തു, ആ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ ഇറ്റ് ഹെൽപ്പ് ടു ഡിറ്റർമിൻ സേഫ് ഡിസ്റ്റൻസ് ടു കീപ്പ് ബിറ്റ്വീൻ വെഹിക്കിൾസിൻ്റെ ഇടയിലെ വെഹിക്കിൾസുകൾ തമ്മിൽ എത്രത്തോളം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ സേഫ് റോഡൊക്കെ നമുക്ക് പണിയണമെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വേണം. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി u ആൻഡ് ആക്സിലറേഷൻ. അതായത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ എന്ത്, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ അതൊന്നും നോക്കണ്ട. v² = u² + 2s നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു വണ്ടി കൊണ്ടുപോയി ബ്രേക്ക് ഇട്ടപ്പോൾ ഫൈനൽ വെലോസിറ്റി v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി 0 ആണ്. ബ്രേക്ക് ഇട്ടല്ലോ, നിർത്തി, അപ്പോൾ ഫൈനൽ വെലോസിറ്റി ഇല്ല. u എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട് u² + 2 × a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് എന്ന് കൊടുക്കാം. നെഗറ്റീവ് ആണല്ലോ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, നെഗറ്റീവ് a × s എന്ന് കൊടുക്കാം. അപ്പോൾ 0 = u² - ഈ മൈനസ് ഇവിടെ കൊടുത്തിട്ട് 2as. ഇനി നമുക്കിതിന് ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ 2as = u². അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് s = u²/2a. ഇതാണ് ഡെറിവേഷൻ. ഇത് ഡിറൈവ് ചെയ്തോളൂ, ഇങ്ങനെ എഴുതുക കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഈ a എന്നുള്ള നെഗറ്റീവ് കൊടുക്കണം, ആക്സിലറേഷൻ നെഗറ്റീവ് കൊടുക്കുക. നെഗറ്റീവ് 2as ഇതിന് ഇങ്ങോട്ട് കൊടുത്താൽ +2as = u², s = u²/2a. അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്താണ്, u²/2a. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ ഡിജിറ്റ്സ്. അത് ഡിജിറ്റ്സുകൾ എന്നാണ്. ഇൻ ദ മെഷേർഡ് വാല്യൂ, നമ്മൾ മെഷർ ചെയ്തൊരു വാല്യൂ, അതിലെ ഡിജിറ്റ്സുകളാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ദാറ്റ് ആർ റിലയബിൾ പ്ലസ് ദ ഡിജിറ്റ്സ് വിച്ച് ഈസ് അൺസർട്ടൻ. അതായത് റിലയബിൾ ആയിട്ടുള്ള ഒരു നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇതിലത്തൊക്കെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാനാണ് അടുത്ത ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നോക്കുകയാണെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നമ്മൾ ഈ സീറോസ് ഒന്നും നമ്മൾ കൗണ്ട് ചെയ്യില്ല, ഇതാണ് വരിക 1. ഇവിടെ നമ്മൾ 1 2 3 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, ഇതൊന്നും നോക്കണ്ട. ഇവിടെ നമ്മൾ 1 2 3 4 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇവിടെ 1 2 3 4 4 എണ്ണം വരും കേട്ടോ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ എപ്പോഴും നോക്കുക, പോയിൻറ്റിന് മുമ്പുള്ള 0 ശേഷമുള്ള 0 ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുപോലെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന 0 നമ്മൾ നോക്കണം. ഇനി പോയിൻ്റ് ഇല്ല, വെറും ഇങ്ങനെയുള്ളെങ്കിൽ ഈ 0 നമ്മൾ നോക്കില്ല. അങ്ങനെ കുറച്ച് റൂൾസുകളുണ്ട്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഇമ്പൾസ്. എന്താണ് ഇമ്പൾസ്? ഇമ്പൾസ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം. ഫോഴ്സും ടൈമും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇമ്പൾസ്. ഇമ്പൾസ് = ഫോഴ്സ് ഇൻറ്റു ടൈം. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഈസ് ഇറ്റ് മോർ ഡേഞ്ചറസ് ടു ഫോൾ ഓൺ ഫ്രോസൺ ഐസ് ദാൻ ഫ്രഷ് സ്നോ? നമ്മൾ മഞ്ഞിലേക്ക് വീഴുന്നതാണോ ഫ്രോസൺ നല്ല കട്ടയുള്ള ഐസുമേൽക്ക് വീഴുന്നതാണോ കൂടുതൽ ഡേഞ്ചറസ്? ഫ്രോസൺ ഐസ് നല്ല കട്ടിയുള്ള ഐസുമൊക്കെ വീഴുന്നതാണ് ഡേഞ്ചറസ്. കാരണം ഫ്രോസൺ ഐസ് ഹാർഡറാണ്.
സ്നോയേക്കാളും കുറച്ച് ഹാർഡ് കട്ടിയാണ് ഐസ്. മാത്രമല്ല നമുക്കറിയാം ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ ടൈമാണ്. നമ്മൾ മഞ്ഞിലേക്ക് വീഴുമ്പോൾ നമ്മളിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ കാലിങ്ങനെ പോവും. അപ്പോൾ ടൈം കൂടും, അവിടുത്തെ ഫോഴ്സ് കുറയും, വേദന കുറയും. അപ്പോൾ ഇമ്പൾസ് കുറവാണ് ഫ്രഷ് സ്നോയിൽ. ദ ഇമ്പൾസ് കോസ്ഡ് ബൈ ദ ഫ്രഷ് സ്നോ ഈസ് ലെസ് ദാൻ ഫ്രോസൺ ഐസ്. ഐസ് വെച്ച് നോക്കുമ്പോൾ സ്നോക്ക് ഇമ്പൾസ് ആ ഒരു വേദന ആക്കം കുറവായിരിക്കും മഞ്ഞിൽ വീണാൽ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പാസഞ്ചേഴ്സ് ഫാൾസ് ബാക്ക്വേർഡ് വെൻ ദ ബസ് അറ്റ് റെസ്റ്റ് സ്റ്റാർട്ട് മൂവിങ് സഡൻലി. റെസ്റ്റിലുള്ള ഒരു ബസ് പെട്ടെന്ന് എടുത്താൽ നമ്മൾ ബാക്കിലേക്ക് പോകാൻ കാരണം ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇതൊരൊറ്റ ചോദ്യം 3 മാർക്കാണ്. ഇമ്പൾസ് എന്താ, ഇത് ABC ആണ് കേട്ടോ. അപ്പോൾ 3 മാർക്ക് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തി. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഹൂക്സ് ലോ. ഹൂക്സ് ലോ എന്താ, ഫോർ സ്മോൾ ഡിഫോർമേഷൻ, ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴേക്കും ദ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആർ പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു കൊടുക്കുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വരും കെ. എന്ന് വിളിക്കുന്ന പേര് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് എന്നാണ്. മറ്റൊരു പേര് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് നമ്മൾ പറയും. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കേട്ടോ. നെക്സ്റ്റ്, ഡ്രോ ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ മെറ്റൽ ആൻഡ് മാർക്ക് ദ ഫോളോയിങ്. സ്ട്രെസ്സും സ്ട്രെയിനുള്ള കർവ് വരയ്ക്കുക, അതിലെ ഈൽഡ് പോയിൻ്റ്, പ്രൊപ്പോർഷണൽ ലിമിറ്റ്, ഫ്രാക്ചർ പോയിൻ്റ് ഒക്കെ മാർക്ക് ചെയ്യാൻ. 8ാമത്തെ പാടാണ്. ഇതാണ് ഗ്രാഫ്. ഇങ്ങനെ കൊടുക്കുക, സ്ട്രെസ് ഇവിടെ, സ്ട്രെയിൻ ഇവിടെ. ഈ ഒരു ഭാഗം നമ്മൾ പറയും പെർമനൻ്റ് സെറ്റാണ്. ഇവിടുന്ന് O തൊട്ട് A വരെയുള്ള റീജിയൻ ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കും. പിടിച്ച് വലിച്ച് എത്ര വേണമെങ്കിലും വലിക്കാൻ വിട്ട് കഴിഞ്ഞാൽ തിരിച്ചു പോകും, ഇലാസ്റ്റിക് ആയിട്ട് മാറും. A വരെ. A എന്ന് വിളിക്കുന്ന പേര് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്നാണ് കേട്ടോ. പ്രൊപ്പോർഷണൽ ഇവിടെ ഉണ്ട്, പ്രൊപ്പോർഷണൽ ലിമിറ്റ്. A തൊട്ടിട്ട് B വരെയും അത് ഇലാസ്റ്റിക് തന്നെയാണ്. B എന്ന് പറഞ്ഞാൽ ഈൽഡ് പോയിൻ്റ് ആണ് B. അപ്പോൾ ഈൽഡ് പോയിൻ്റ് B ആണ് കേട്ടോ. അത് കഴിഞ്ഞ് B to C ഉണ്ട്, C to D ആൻഡ് E ആണ് ഫ്രാക്ചർ പോയിൻ്റ്. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, മാർക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കണം കേട്ടോ. ഫിഗർ വരയ്ക്കാൻ പഠിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ നോഡ് ആൻഡ് ആൻറ്റി നോഡ്. നോഡ് ആൻറ്റി നോഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ദ പൊസിഷൻ ഓഫ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഇൻ എ സ്റ്റാൻഡിങ് വേവ്. ഒരു സ്റ്റാൻഡിങ് വേവിലെ മാക്സിമം മുകളിലേക്ക് പോവുക, ഇതാണ് എന്ത്, ആൻറ്റി നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു വേവ് വരച്ചാൽ ഇതിൻ്റെ ഈ ഭാഗം മാക്സിമം ഇത്രയും ഭാഗമാണ് എന്ത്, ആൻറ്റി നോഡ്. മിനിമം ആംപ്ലിറ്റ്യൂഡ് ഈ ഭാഗം കണ്ട, ഇത് 0, മിനിമം ആംപ്ലിറ്റ്യൂഡ് ആണ് നോഡ്. പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഫസ്റ്റ് 2 ഹാർമോണിക് വൈബ്രേഷൻ ഓഫ് സ്ട്രെച്ച്ഡ് സ്ട്രിങ്. ഒരു കെട്ടി വെച്ചിട്ടുള്ള ഒരു നൂല്, അതിൻ്റെ 2 ഫസ്റ്റ് ഹാർമോണിക്സ് കൊടുക്കുക, അതിൽ നോഡും ആൻറ്റി നോഡും മാർക്ക് ചെയ്യുക. ഫസ്റ്റ് ഹാർമോണിക് 2 ഹാർമോണിക് വരയ്ക്കണം. ഫസ്റ്റ് ഹാർമോണിക് ഇതാണ്, ഒറ്റ ചെറിയ പീസ്. ഇത് λ1/2 എന്നാണ് പറയുക കേട്ടോ. λ/2, ലാംഡ അല്ല, അതിൻ്റെ പകുതി. ആൻറ്റിനോഡൊക്കെ എവിടെ മാർക്ക് ചെയ്ത് നോക്കിയാൽ മുകളിൽ ആൻറ്റിനോഡ്, ഇവിടെ നോഡ്. ഇനി സെക്കൻഡ് ഹാർമോണിക് എന്താ, ഇങ്ങനെ 2 എണ്ണം വന്നാൽ സെക്കൻഡായി, 3 എണ്ണം വന്നാൽ തേർഡ് ഹാർമോണിക് ആയി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്നാണ് എന്താ, ഇഫ് work done by force is independent of path followed by and depends only on initial final position. ഒരു വർക്ക് ചെയ്തു, ആ വർക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ്ങും ഫൈനൽ പൊസിഷൻ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ പാത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എങ്ങനെ എത്തിയെന്ന് നോക്കുന്നില്ല. സ്റ്റാർട്ടിങ് എവിടെ, ഫൈനൽ എവിടെ. അത്തരം വർക്ക് അല്ലെങ്കിൽ അത്തരം ഫോഴ്സാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അടുത്തൊരു ഡെറിവേഷനാണ് ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിങ്. ഒരു നമ്മൾ പഠിച്ചത് പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സ്പ്രിങ് ആണ്. ഹൂക്സ് F = -kx ഒക്കെ വെച്ച് ചെയ്തത്. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഇൻ എ സ്പ്രിങ്, ഒരു സ്പ്രിങ്ങിൽ ഉണ്ടാകുന്ന എനർജിയാണ് നേരത്തെ പറഞ്ഞത് പീരീഡാണ് കേട്ടോ. അങ്ങോട്ട് മാറിപ്പോയത് സ്പ്രിങ്ങിൻ്റെ പീരീഡ് ഓഫ് ഓസിലേഷനോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയോ ചോദിക്കാം. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുക, യൂസ് ചെയ്യുന്ന റൂൾ ഇതന്നെയാണ്, F = -kx. അപ്പോൾ ചോദ്യം ഡെറൈവ് എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കാണാൻ പറഞ്ഞാൽ എപ്പോഴും പൊട്ടൻഷ്യൽ എനർജി ആണോ ചോദ്യം. അങ്ങനെയാണ് നമ്മളവിടെ വർക്കാണ് കണ്ടുപിടിക്കുക. സ്മോൾ വർക്ക് DW എന്ന് പറഞ്ഞാൽ സ്മോൾ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. പഠിച്ചു വെക്കുക കേട്ടോ. വർക്ക് കാണാൻ എന്താ ചെയ്യുക, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. DW = ആണ് ഇത്. അപ്പോൾ ടോട്ടൽ വർക്ക് കാണാൻ, അതിപ്പോൾ സ്മോൾ വർക്കാണ്. അപ്പോൾ ടോട്ടൽ വർക്ക് കാണാൻ ഇതിനെന്ത് ചെയ്യണം, ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. നമ്മൾ 0ൽ നിന്ന് x ഡിസ്റ്റൻസ് നമ്മളിങ്ങനെ നീട്ടി വലിച്ചു. അപ്പോൾ 0 തൊട്ട് x വരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്മോൾ വർക്കിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ വർക്ക് കിട്ടുക.
അപ്പോൾ ആദ്യം സ്മോൾ വർക്ക് പിന്നെ ടോട്ടൽ വർക്ക്. സോ W = ഇൻ്റഗ്രൽ 0 to x. ഇത് ഇൻ്റഗ്രൽ എന്നാണ് പറയുക. ഇൻ്റഗ്രൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക എവിടെയാണ്? ടോട്ടൽ വർക്ക് കാണണം. ടോട്ടൽ വർക്ക് കാണണം. എപ്പോഴും നമുക്കിവിടെ വർക്കല്ലായിരുന്നു ചോദ്യം, പക്ഷേ പൊട്ടൻഷ്യൽ എനർജി ഇൻ സ്പ്രിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വർക്കാണ് കാണുക. എഫ് എന്താ? -kx ആണ്, നേരത്തെ പറഞ്ഞു. -kx dx. നമുക്കിവിടുത്തെ -k കോൺസ്റ്റൻ്റ് ആണ്. പുറത്തേക്ക് എടുത്താൽ ഇൻ്റഗ്രൽ 0 to x dx നമുക്ക് വരും കേട്ടോ. -k x dx. ഇനി ഇവിടെ നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, ഇങ്ങനെ വന്നാൽ ഇൻ്റഗ്രേഷൻ നിങ്ങളിത് +2 പഠിക്കൂ കേട്ടോ. ഇൻ്റഗ്രേഷനൊക്കെ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചാൽ മാത്രം മതി. ഇൻ്റഗ്രേഷൻ +2 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇവിടെ ഇതിൻ്റെ ആൻസർ ഇൻ്റഗ്രൽ 0 to x dxൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ x എഴുതുക, മുകളിലൊരു 2 ഇടുക, താഴൊരു 2 ഇടുക, അത്ര മാത്രം മതി കേട്ടോ. ഇൻ്റഗ്രേഷനൊക്കെ പോയി, എല്ലാം പോയി. ഇതെന്തായി? x²/2 എന്നുള്ളതായിട്ട് മാറി. സോ ടോട്ടൽ വർക്ക് = ഒരു 2 ഉണ്ട് താഴെ, 2 നീക്കി എഴുതിക്കോ, 1/2 ആയിട്ട് kx². ഇതാണ് വർക്ക് ഡൺ. സോ പൊട്ടൻഷ്യൽ എനർജി എഴുതുമ്പോൾ നെഗറ്റീവ് എഴുതണ്ട. പൊട്ടൻഷ്യൽ എനർജി എന്താ വരിക? ½ kx² ആണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഗ്രാഫ് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ½ kx² ആണ്. ഇതിൻ്റെ ഗ്രാഫ് ചോദിക്കും. ഡ്രോ ദ ഗ്രാഫിക്കൽ വേരിയേഷൻ ഓഫ് സ്പ്രിംഗ്. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ലൈന് വരയ്ക്കുക, ഇങ്ങനെ കൊടുക്കുക, ഇതിൽ ഇങ്ങനെ കൊടുത്ത് ഇതുപോലുള്ള സംഭവം ഇങ്ങനെ കൊടുത്താൽ അത് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫാണ്. ഇനി ഇങ്ങനെ കൊടുത്താൽ അത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫാണ്. എല്ലാം കൂടി വരുന്ന, ഒന്ന് നീറ്റായിട്ട് വരച്ചോളൂ, എല്ലാം കൂടി വരുന്ന ഈ ഭാഗം അതാണ് ടോട്ടൽ എനർജി. ഇതിൻ്റെ ഗ്രാഫ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക, ഇതൊരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ടെമ്പറേച്ചർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് കൺവെക്ഷൻ? എന്താണ് കൺവെക്ഷൻ? കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഫ്ലൂയിഡ്, വെള്ളമോ എയറോ ഒരു ഭാഗത്തു നിന്ന് വേറെ ഭാഗത്തേക്ക് പോകുന്നതാണ് കൺവെക്ഷൻ. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഫ്ലൂയിഡ് മൂവ്സ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഹൗ ഡസ് സീ ബ്രീസ് ഒക്കർ? സീ ബ്രീസ് എങ്ങനെ ഉണ്ടാവുക? സീ ബ്രീസ് ഉണ്ടാവുന്നത് പകൽ സമയത്ത്, ഡ്യൂറിങ് ഡേ. പകൽ സമയത്ത് ലാൻഡ്, കരഭാഗം, നമ്മൾ പറയുന്നത് സീ ബ്രീസ് ആണ്. കടലിൽ നിന്ന് വീശുന്ന കാറ്റാണ് കേട്ടോ. കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശുക എപ്പോഴാണ്? പകൽ സമയത്ത് കരഭാഗം നല്ല ഹീറ്റപ്പ് ആവും, അതായത് ചൂട് കൂടും. ക്വിക്കിലി എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയാം, ഡ്യൂറിങ് ഡേ ദ ലാൻഡ് ഹീറ്റപ്പ് ക്വിക്കിലി, കരഭാഗം വേഗം ചൂടാവുന്നു. അപ്പോൾ ദാൻ ഏതിനേക്കാൾ? വാട്ടർ ഇൻ ലേക്ക്, കടലിലോ കായലിലോ ഉള്ള വെള്ളത്തിനേക്കാൾ വേഗം ചൂട് കരഭാഗത്തുണ്ടാകും. അപ്പോൾ ഇവിടെ വെള്ളമാണ്, ഇത് കരഭാഗമാണ്. അപ്പോൾ ഇവിടെ ചൂട് കൂടി കഴിഞ്ഞാൽ അവിടുത്തെ എയറും ചൂടാവും. എയർ ഇൻ ദ സർഫസ് ഓഫ് എർത്ത്, ആ കരഭാഗത്തെ എയറും ചൂട് കൂടും, ഗെറ്റ് ഹീറ്റഡ്. ചൂട് കൂടുതൽ അതപ്പോൾ എക്സ്പാൻഡ് ചെയ്യും, അത് ഡെൻസിറ്റി കുറഞ്ഞ് ഉയരാൻ തുടങ്ങും. എന്താണ്? എവിടെയും എയർ ചൂട് കൂടിയാൽ അപ്പം മുകളിലേക്ക് പൊന്തും. ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കുമ്പോൾ എയർ ഇങ്ങനെ മുകളിലേക്ക് പോകണം കണ്ടിട്ടില്ലേ? അപ്പോൾ ചൂട് കൂടിയാൽ എക്സ്പാൻഡ് ചെയ്യും, വെയിറ്റ് കുറയും, റൈസ് അപ്പ്, മുകളിലേക്ക് ഉയരും. അപ്പോൾ എന്ത് ചെയ്യും? കടലിൽ നിന്ന് തണുത്ത കാറ്റ് വന്ന് അവിടെ വന്ന് കയറും. അപ്പോൾ കരഭാഗത്തുള്ള എയറൊക്കെ മുകളിലേക്ക് പോയി, റൈസപ്പായി. അപ്പോൾ മുകളിലേക്ക് പോയപ്പോൾ ആ ഭാഗത്തേക്ക് തണുത്ത കാറ്റ് വന്ന് വീശും. സോ കോൾഡ് എയർ എന്ന് പറഞ്ഞാൽ ആ വിൻഡ് റീപ്ലേസ് ദ സ്പേസ്, ആ സ്ഥലത്ത് വന്നിരിക്കും, ക്രിയേറ്റഡ് ബൈ ഹോട്ട് എയർ. ആ ഹോട്ട് എയറിൻ്റെ സ്പേസിലേക്ക് വന്ന് റീപ്ലേസ് ചെയ്യും. ഇതാണ് സീ ബ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട 10 ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിലോ ദ ഡെപ്ത്, ബെർണോസ് പ്രിൻസിപ്പിൾ, ഐസോതെർമൽ, അഡിയബാറ്റിക്, ദെൻ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ എക്സ്പ്രഷൻ, പ്രൊജക്ടൈൽ മോഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി, പാസ്കൽസ് ലോ, കാപ്പിലറി റൈസ്, ഈ എക്സ്പ്രഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യുക. പൊട്ടൻഷ്യൽ എനർജി, ബാങ്ക്ഡ് റോഡ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതൊക്കെയാണ് ഡെറിവേഷൻസുകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് താഴെയുള്ള വാട്സപ്പ് ചാനലിലുണ്ട്. മോർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം താഴെയുള്ള വാട്സപ്പ് ചാനലുണ്ട്. എത്രയും വേഗം പോയി ജോയിൻ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇന്ന് കുറേ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ചോദ്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചത്. നമുക്കിനി അടുത്ത വീഡിയോ വരുന്നത് 4 മാർക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്.
അപ്പോൾ എല്ലാവരും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എത്രയും വേഗം പഠിക്കാൻ നോക്കുക. ഇനിയും വീഡിയോസ് വരുന്നുണ്ട്. ചാനലിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ വീഡിയോസും കാര്യങ്ങളും ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.